ഗംഭീരമായ സ്വാഗതം 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 ഗൈസ്. അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയതുകൊണ്ടാ ഗൈസ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് വാട്ട്സ് ഇൻ മൈ പ്ലേറ്റ് എന്നുള്ളൊരു സംഭവമായിട്ടാണ്. നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും ഈ ഒരു സംഭവം വാട്ട്സ് ഇൻ മൈ പ്ലേറ്റ് എന്താന്നുള്ളത്. സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്ത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവസാനം നമ്മളെ പോലുള്ള 2 സെലിബ്രിറ്റീസ് തള്ളി വിടണം അങ്ങോട്ട്. കോൺഫിഡൻസ് കളയാൻ ഇവനെ കഴിഞ്ഞിട്ട് ഇന്ത്യയിലാളുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യും. അതിനുശേഷം ഈ പ്ലേറ്റിൽ നമ്മൾ ഒരു ഐറ്റം വെച്ചിട്ടുണ്ടാവും. അതെന്താന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഞാനും ഇവയും സെപ്പറേറ്റ് ആയിട്ടാണ് പോയി വാങ്ങിച്ചിരിക്കുന്നത്. ഇവ ഒരു 5 ഐറ്റം പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഞാനും ഒരു 5 ഐറ്റം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇവ പരാജയപ്പെടും എന്നുള്ള ശുഭ പ്രതീക്ഷയിലാണ് ഞാൻ ഈ ചാലഞ്ച് ആരംഭിക്കുന്നത്. ഒന്നും ഹൈപ്പ് തന്നെയില്ല. ഞാൻ ഒരു ഗവണ്ട സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അതിനതേ ചേട്ടാ കൊത്താണ്ടിരുന്നാ മതി. കൊത്താണ്ടിരിക്കേ എന്താണ് ഒന്നുമില്ല. അപ്പൊ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും അതിഗംഭീരമായ സ്വാഗതം. അതാണ് ഇതിന്റെ റാപ്പാണ്. നല്ല റാപ്പ്. ഗൈസ്, എന്റെ ആദ്യത്തെ ഐറ്റം വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണെന്നുള്ളത്. അപ്പൊ ഇതാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പൊ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സൂക്ഷിക്കണേ, സൂക്ഷിക്കണം, സൂക്ഷിക്കണം. ഇവ തൊടുമ്പോ എനിക്ക് പേടി. ഇവ സൂക്ഷിക്കണം. എന്റെ കൈ അതാ ഞാൻ നിന്നോട് പറഞ്ഞു സൂക്ഷിക്കാൻ. ഇതിലിവ അതിവീരോചിതമായ രീതിയിൽ പരാജയപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പുറത്തുനിന്ന് പറക്കിക്കൊണ്ട് വന്ന വല്ല തേങ്ങക്കുത്തങ്ങാനാണോ? ഇവ ഒന്ന് പതുക്കെ ചെയ്യവേ. ഇതെന്തായാലും ജീവനില്ലാത്ത സാധനം എനിക്കറിയാം. ഇവിടെ മുള്ളുണ്ട്, എനിക്കറിയില്ല. കണ്ണോട് നോക്കിക്കോ. നോക്ക്. അയ്യോ പാവം. ഒരു കാക്ടസാ ഞാൻ കൊണ്ടുവന്നത്. അത് ഇവ ഈ ഒരു അവസ്ഥയിലാക്കി എന്നുള്ളതാണ് സത്യം. അയ്യോ, ഇനിയിപ്പോ അത് ഉപയോഗിക്കാൻ പറ്റുമോ? നീ എന്താ കാണിച്ചതിന്? ഞാൻ ഇത് ഇഞ്ച പഞ്ചായിക്കില്ല. സാറില്ല, നമുക്ക് ഇതിന് ചെടി ഉണ്ടാ? ചട്ടിയില്ലേ? ചട്ടിയുണ്ട്. ഗൈസ്, അങ്ങനെ എന്റെ ചാലഞ്ചിലുള്ള സമയമായിരിക്കാണ്. ഇവയുടെ ഐറ്റം ഇതിലേക്ക് വരുന്നതായിരിക്കും. ഞാൻ എന്താ സുമ്മാവാ വെച്ചാ വെച്ചു. സൂക്ഷിക്കണം. ഇതൊന്നുമില്ല. എന്താണ് ഇത്? എന്താണിത്? ഫ്രഷ് ചിക്കൻ എങ്ങനെയാണ്? എന്താണ് ഇത്? എനിക്കങ്ങനെ തോന്നാൻ തോന്നുന്നത്. ഒന്നും മിണ്ടാണ്ടിക്കുവേ. എന്താണിത്? ആട്ടിൻകാല? ഉത്തരം ശരിയാ, തുറന്നു. ആട്ടിൻകാലായിരുന്നാ? ഇവ എന്നാ സുമ്മാവാ വെച്ചോ. ഗൈസ്, നമ്മുടെ അടുത്ത ഐറ്റം ഇതാണ്. ഇവൻ ഇതിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിങ്ങനെ ഇരിക്കും ഐറ്റം. മീന. ഓക്കെ ഗൈസ്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സൂക്ഷിക്കണേ. നീ തുറന്നു നോക്ക്. ഇതിന് കറി വെക്കാൻ പറ്റില്ലെന്ന്. ഞണ്ട് ആഫ്റ്റർ ലോങ് ടൈം ഞാൻ ഗോയിങ് ടു ഈറ്റ് ഞണ്ട്. ഇത് 8 രൂപ.
ഗൈസ് അങ്ങനെ വിജയത്തിന്റെ പൊന്മുടിയിലേക്ക് പൊന്മുടി തിരുവനന്തപുരത്തൊരു സ്ഥലമല്ലേ? ഓക്കെ, പൊന്മുടിയിലേക്ക് കയറുന്നതിന് വേണ്ടി ഞാനിതാ എന്റെ അടുത്ത പ്ലേറ്റുള്ള സംഭവം എന്താ നോക്കാൻ പോകുന്നു. ഒന്നുമില്ല, ഇത് വളരെ ജെന്റിലായിട്ട് ചെയ്യണേ. എടുക്കട്ടെ. ഓക്കെ, വല്ല സ്വീറ്റ് ആയിട്ടാണോ? തിന്നണതാണോടി? അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്റെ അടുത്ത സാഹസികമായ റൗണ്ടിലേക്ക് ഞാൻ കയറിയിരിക്കുകയാണ്. ഇവ അടുത്ത ഐറ്റം വെച്ചോ? വെച്ചു? എന്താ ഭയങ്കര കട്ടിയുള്ള ഒരു സാധനമല്ലോ. പതുക്കെ തൊടാൻ പാടുള്ളൂ. പിന്നെ ഇതെന്താണത്? ഇത് കാലൊരക്കേ കൈയൊരക്കേ അല്ലേ? കാലൊരക്കണ സാധനം. പൊളി കണ്ടുപിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവയെ വീണ്ടും പരാജയപ്പെടുത്തി വിജയക്കൊടി വീണ്ടും പാറിച്ചിരിക്കുന്നു. ഗൈസ് അങ്ങനെ നമ്മുടെ അടുത്ത ഐറ്റം ഇതാ എന്റെ കയ്യിലെത്തി കഴിഞ്ഞു. വെച്ചിട്ട് മണക്കാതി. നേരത്തെ ഒരു മീനിന്റെ മണം വന്നു, അതുകൊണ്ട് കിട്ടിയതാ. അപ്പൊ നമ്മുടെ ഐറ്റം ഇതാണ്. ഐറ്റം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവ ഇത് പറയണത് എന്താന്നുള്ളത്. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇത് ടച്ച് ചെയ്ത് നോക്കിട്ട് കണ്ടുപിടിക്കണ്ടേ? സൂക്ഷിക്കണം. കുഞ്ഞു പൈനാപ്പിള്. കുഞ്ഞു പൈനാപ്പിൾ ഞാൻ പറഞ്ഞു. കറക്റ്റ് ഉത്തരാണ് ഇവ പറഞ്ഞത്. ചെറിയ പൈനാപ്പിൾ ആയിരുന്നു. ഷി അഗൈൻ സ്കോർഡ്. വണ്ടർഫുൾ ജോബ്. താങ്ക് യു മാൻ. എന്താണ് ഇത്? ജംസ് മിഠായിയാ? ജംസ് മിഠായിയാ? ശബ്ദം കേട്ട് ഞാൻ കണ്ടുപിടിക്കും. യോധയിലത്തെ മോഹൻലാലിന്റെ കഴിവ് എനിക്കുണ്ട്. അങ്ങനത്തെ ഒക്കെ കഴിവുണ്ട്. നീ സിനിമ ഉണ്ടോ യോധ? അക്കുഫുട്ടൻ. ഓക്കെ, ഇതെന്താടാ? അയ്യോ, എനിക്ക് കിട്ടണല്ല. നമ്മള് വീട്ടിൽ വാങ്ങിക്കുന്ന സാധനമാണോ? വാങ്ങിക്കാറുണ്ടോ? ഇതാ ഇതിന്റെ ഒരു ബിഗർ വേർഷൻ വാങ്ങിക്കാറ്. എന്ത് പണ്ടാരാ? മതി അറിയില്ല. തോറ്റു. പാസ്ത സ്മോൾ. ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ? എന്താ കുഴപ്പം? ഇവിടെ പാസ്ത വാങ്ങിക്കാറുണ്ട്, നമ്മളിടയ്ക്ക് കഴിക്കാറുണ്ട്. എന്ത് ഗൈസ്, നമ്മുടെ അടുത്ത ഐറ്റം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവയ്ക്ക് യാതൊരു കാരണവശാലും മനസ്സിലാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ലെറ്റ്സ് സീ ദ ഐറ്റം ഇൻടു ദ ബോക്സ്. അല്ല, പ്ലേറ്റ്. സോറി, ബോക്സ് അല്ല കേട്ടോ, പ്ലേറ്റ്. അപ്പൊ നമ്മുടെ ഐറ്റം നമ്മുടെ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. വെയിറ്റ്. ഓക്കെ, പെർഫെക്റ്റ്. ഇനി ഇവ കണ്ടുപിടിക്കാൻ പോകണം എന്താ സംഭവം എന്ന്. സൂക്ഷിക്കണേ. എടാ, അതൊക്കെ കിച്ചണിൽ കയറുന്ന എന്നോട് ബാല സൂക്ഷിക്കണം കേട്ടാ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ സൂക്ഷിക്കണം. ഇതെന്താന്നറിയോ? ഈ സവർ മിഠായി, ചൗ മിഠായി പോലത്തെ. അതിന്റെ സോർ മിഠായി. എങ്ങനെയുണ്ട്? സോഡ മിഠായി. ഗൈസ്, നമ്മുടെ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഭയങ്കര ഈ ഒരു സംഭവമാണ് ഞാൻ വെക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓൾറെഡി. സൂക്ഷിക്കണോട്ടെ ഇത്. ലൂഫ. എടാ, നീ അഞ്ചാമത്തെ സാധനം വാങ്ങിച്ചില്ലല്ലേ? ഇവിടെ ഉള്ളത് എടുത്തല്ലേ പന്നി. ലൂഫാന്ന് വെച്ചിട്ടാ ഇങ്ങനെ കുടിക്കുന്ന. കറക്റ്റ്. ലൂഫാന്നറിയ എന്റെ പേര്. എന്റെ പേര് എനിക്ക് അറിയില്ലായിരുന്നു. ബാത്റൂമിൽ നിന്ന് ബുക്ക് ചെയ്താ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഫൈനൽ റൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഞാൻ തെറ്റുത്തരം പറഞ്ഞ ഇവ ഈ മത്സരത്തിൽ വിജയിക്കുന്നതായിരിക്കും. എനിക്കറിയാം കുറെ പേര് ഇപ്പൊ ഞാൻ തെറ്റുത്തരം പറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും. കാരണം ഇവ ആദ്യമായി ഒരു കോമ്പറ്റീഷനിൽ ജയിക്കുന്നതല്ലേ? അല്ലേ ഇവ?
അജടാ ജെന്റിലായിട്ട് ടച്ച് ചെയ്യണേ. എന്താണ് ഇത്ര ബുദ്ധിമുട്ടുള്ളത്? അങ്ങോട്ട് മൂക്ക് അങ്ങോട്ട് പിടിച്ചേ. കേക്കാണോ? എങ്ങനെ മനസ്സിലായി? അല്ല, ഒരു ചോക്ലേറ്റിന്റെ മണം വന്നു. അയ്യേ പ്ലേറ്റിൽ വെക്കണേക്കാൾ ഉത്തരം പറഞ്ഞ എന്തുട്ടാ ചേട്ടത്? കേക്ക്. അതല്ല, വേറൊരു എക്സ്ട്രാ സാധനം ഞാൻ കൊടുക്കുന്നുണ്ട്. അത് കളിക്കും. ഞാൻ ഉത്തരം പറഞ്ഞ ഞാൻ വെച്ചിട്ടുള്ള പ്ലേറ്റ് മുമ്പ് വെച്ചില്ലേ? പ്ലേറ്റ് വെക്കുമ്പോ പറയണമായിരുന്നു വേറൊരു സാധനം. അത് കള്ളക്കുതിയാണ്. ഒരു കളകൊതിയല്ല. അയ്യടാ, അന്ന് ഞാൻ ടച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്മെല്ല് കിട്ടി. ആ പറഞ്ഞതായിരുന്നു. പോണം കഷ്ടോട്ടെ. ഇത് നീയൊക്കെ ചെറുപ്പത്തിലുണ്ടല്ലോ കള്ളക്കുതിയുടെ രാജാവായിരിക്കും. നിന്റെ കൂടെയൊക്കെ ഞാൻ കളിക്കാൻ വന്നിരുന്ന ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ നിന്നൊക്കെ ഓടിച്ചിട്ട് അടിച്ചേനെ പന്നി. എന്താണ് ഈ ഡിഫിക്കൽട്ട് സാധനം ഉണ്ടല്ലേ ഇപ്പൊ? എന്തോ ചിപ്സ് പോലത്തെ ഒരു സാധനം അത്. അല്ല, ഇത് തൊട്ടാ നമുക്ക് അറിയാൻ പറ്റും. ആ ചിപ്സ് കണ്ട. കറക്റ്റ് കറക്റ്റ്. അങ്ങനെ ഡ്രോ പിടിച്ചു ഗൈസ് അവസാനം. അയ്യോ ഇനി മതി. ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വാട്ട്സ് ഇൻ മൈ പ്ലേറ്റ് ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അടിപൊളിയായിരുന്നു. അപ്പൊ കുറെ സംഭവങ്ങൾ വെറൈറ്റി കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിച്ചു. ജീവനുള്ള ഐറ്റം ഒന്നും ഇവിടെ അങ്ങനെ കിട്ടാത്തത് കൊണ്ട് എനിക്ക് അത് ഉപയോഗിക്കാൻ പറ്റാഞ്ഞത്. വല്ല മീന മാർക്കറ്റ് അല്ല മറ്റേ ഫിഷ് മാർക്കറ്റിൽ പോയത് ജീവനുള്ളത് കിട്ടിയ വല്ല ഒട്ടകത്തിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിയായിരുന്നു. കുഞ്ഞൊട്ടകത്തിന്റെ കുഞ്ഞ് മുട്ടയെന്ന് വിരിഞ്ഞത്. ഒട്ടകത്തിന് നമുക്ക് ഇത്ര ഉള്ളതിന് കിട്ടില്ല പ്ലേറ്റിൽ വെക്കാൻ. ഒട്ടകത്തിന് കുഞ്ഞു പറഞ്ഞാൽ ഇത്ര ഉണ്ടാവുള്ളൂ. മുട്ട വിരിയുമ്പോ തന്നെ എടുത്താ പോരെ? മുട്ട അല്ലാതെ പ്രസവിക്കുക ചെയ്യാം. എനിക്കറിയാം. അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാലഞ്ച് ആയിരുന്നു. ഇവയും ഞാനും നല്ല എൻജോയ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. ഡ്രോ ആണ് ഈ ഒരു ചാലഞ്ച്. ആക്ച്വലി വിന്നർ ഇല്ല. അതെ. അപ്പൊ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചാലഞ്ച് നമ്മള് രാജ്മ വ്ലോഗ്സ് നിങ്ങൾക്ക് അറിയാം. നമ്മുടെ സുഹൃത്താണ്. നമ്മുടെ വീഡിയോയിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. അതെ, രാജേഷ് നായർ. പുള്ളിനെയും ഉമ്മ പുള്ളിയുടെ വൈഫിനെയും ടാഗ് ചെയ്യുന്നുണ്ട്. ഒപ്പം ഒപ്പം മോഹൻലാലിന്റെ നല്ലൊരു സിനിമയാണെന്ന് ഞാൻ പറയാൻ വന്നത്. നിങ്ങൾ എല്ലാവരും കാണണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല വീഡിയോ കിട്ടുന്നു. വീണ്ടും വരുന്നതായിരിക്കും. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ബൈ ബൈ. ഇത് പുതിയൊരു സാധനമല്ലോ. കൈമിട്ടതാ അതോ കട്ടെടുത്തതാ? ഓക്കെ. അപ്പൊ താങ്ക് യു ഗൈസ്. നീ ഞണ്ട് കറി ഉണ്ടാക്കി. ഞണ്ട് സ്കിഡും കൂടി മിക്സ് ചെയ്ത് കാലും കൂടി മിക്സ് ചെയ്തിട്ടൊരു ഉണ്ടാക്കിയാലോ? വേണ്ട. അവിയല് വരുമ്പോ നോൺ വെജ് അവിയൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ ചെയ്യാം. വേണ്ട 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 വേണമെങ്കിൽ വേണ്ട.